ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ നമ്മളിന്ന് ചെറുപയർ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുപയർ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിലൊക്കെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നൈസായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ നൈസായിട്ടുള്ള ഒരു ചെറുപയർ പായസമാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വെക്കുന്നത്. പിന്നെ ചിലവർക്ക് ഇടയിൽ കടിക്കാൻ രീതിയിൽ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വേവിക്കേണ്ട വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഉടഞ്ഞു കിട്ടിയ പായസം ഒന്നുകൂടി ഞാൻ ആ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഉരുളിയിലേക്ക് ആക്കിയ ശേഷം നമ്മൾ അതിലേക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഇത് നമുക്ക് അലിയണ വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തരിയില്ല, അതായത് കല്ലില്ലാത്ത ശർക്കര ഉണ്ട്. അതാണ് ഞാൻ നേരെ അതിലേക്ക് ചേർത്തത്. അങ്ങനത്തെ ശർക്കരയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിങ്ങനെ പൊട്ടാൻ തുടങ്ങിയ സമയത്ത് നമ്മളിത് അതിലേക്ക് നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3ാം പാലായിട്ട് വേറെ എടുത്ത് വെച്ചിട്ടില്ല. 2ാം പാലും 1ാം പാലും അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 2ാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് 1ാം പാൽ ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിത് 4 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ചെറുപയർ പായസം ഇഷ്ടാവില്ലേ? നല്ല നൈസാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. പിന്നെ ഇടയിൽ നമുക്ക് കടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവ് കമ്മിയാക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, കൊഴുപ്പ് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ അരിപ്പൊടിയും ചേർക്കണില്ല. അങ്ങനെ നമ്മൾ തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നമ്മൾ 1ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നാളികേരക്കൊത്ത് നമ്മൾ നെയ്യിൽ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി പായസം റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ബൈ.